മിനിസ്റ്റർ ടെലിഫോണിലുണ്ട്. മിനിസ്റ്റർ കേൾക്കാമോ? കേൾക്കാം. അങ്ങ് ഈ പരിപാടി കാണുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങ് ഈ പരിപാടിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനോട് കൃത്യമായി പ്രതികരിച്ചോ ഇല്ലേ എന്നൊരു അഭിപ്രായം വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ചു പേർക്ക് അങ്ങ് പ്രതികരിച്ചു എന്നാണ്. പക്ഷേ സുജയ് പറയുന്നു അങ്ങ് പ്രതികരിച്ച് പോരാ എന്നുള്ളതാണ്. എന്താണ് പറയാനുള്ളത്? സുജയ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നല്ലൊരു മാധ്യമപ്രവർത്തകയാണ്, നല്ല മാധ്യമപ്രവർത്തകൻ. പക്ഷേ സുജയ അറിയാഞ്ഞിട്ടൊന്നും പറയല്ല. അതൊക്കെ സുജയുടെ താല്പര്യങ്ങൾ കാണും, അതുകൊണ്ട് പറയുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ എൻ്റെ പ്രസംഗം മൊത്തത്തിലുള്ളൊരു പ്രസംഗം കേൾക്കൂ. അടൂർ സാറിനെ ഞാൻ എതിർത്തല്ല പറഞ്ഞത്, ഗവൺമെന്റ് നയമേ ഞാൻ പറഞ്ഞത്. അതാണ് ഈ ശ്രീ സജി ചെറിയാൻ താങ്കൾ പറഞ്ഞതിൽ അടൂർ ഗോപാലകൃഷ്ണനോട് ബഹുമാനം എന്ന് പറഞ്ഞ് താങ്കൾ പറഞ്ഞ ആ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു. അതിൽ ഞാൻ ഇവിടെ വിയോജിച്ച ഒരേ ഒരു കാര്യം, അടൂർ ഗോപാലകൃഷ്ണനെ പുഷ്പവതി വിമർശിച്ച ആ ഒരു ഭാഗം അതേക്കുറിച്ച് അങ്ങ് പരാമർശിച്ചില്ല എന്നത് മാത്രമാണ്. അങ്ങ് അത് ആ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടില്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ് നിങ്ങളെ കേക്ക്. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അതായത് ആ മീറ്റിങ്ങിൽ നമ്മൾ ഒരു വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയത്. എല്ലാവർക്കും അവിടെ അഭിപ്രായം പറയാം. അവിടെ അടൂർ സാറ് ലോകം കണ്ട ഏറ്റവും വലിയൊരു സിനിമാ രംഗത്തെ ഒരാളാണ്. സാറിന്റെ അഭിപ്രായം സാറ് പറഞ്ഞു. ശിവപാനന്ദ സാറ് അതിനേക്കാൾ അതുപോലുള്ള വലിയ ആളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഗവൺമെന്റിന്റെ നിലപാട് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. എന്റെ പ്രസംഗത്തിന്റെ മൊത്തം കാര്യം ദയവ് ചെയ്തിടുക, ധൈര്യോടെ ഇടുക. അതിനകത്ത് ഞാൻ അവര് ബഹുമാനിച്ചുകൊണ്ട് ഗവൺമെന്റ് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അടൂർ സാറ് പറഞ്ഞതും ശിവമാനന്ദ സാറ് പറഞ്ഞതുമായ കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായി ഞാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് പറയാതെ സജി ചെറിയാനൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ റിപ്പോർട്ടർ ടിവിയെ പറ്റി വലിയ സ്നേഹമുള്ള ഒരു ചാനലാണ് ഈ അവതരിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരാ. അവർക്ക് രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളവരാ. അപ്പൊ അവരങ്ങനെ അറിയാതെ കാര്യങ്ങൾ പറയരുത്. മിനിസ്റ്റർ, പക്ഷേ ഒരു അഭിപ്രായം ഇപ്പോൾ ഈ പുഷ്പവതി ഒരു ഞാൻ വളരെ കോൺക്രീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. കേരളത്തിൽ 98 വർഷമായി സിനിമ വരുന്നു. 98 വർഷം. 100 വർഷമായി 2 വർഷമേ ഉള്ളൂ. എന്താണ് പട്ടികജാതിക്കാരന്റെ സിനിമാ രംഗത്തെ അവസ്ഥ? എന്താണ് സ്ത്രീകളുടെ സിനിമാ രംഗത്തെ അവസ്ഥ? നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തോ? എന്റെ ചോദ്യം അതാണ്. നിങ്ങൾ എപ്പോഴാണല്ലോ ഇപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞു അതുകൊണ്ട് വിവാദമാക്കുന്നു, ആ അന്ത്യവയോധികനായ മനുഷ്യനെന്ന് പറഞ്ഞു, അതിന്റെ മണ്ടയ്ക്ക് കയറാതെ എന്താണ് നിങ്ങൾ ആരും ഇതിനു മുമ്പ് പറഞ്ഞില്ലല്ലോ. ഈ കേരളത്തിലെ ഗവൺമെന്റ് നിലപാടെടുത്തു. ഈ സ്ത്രീകളെയും ഏറ്റവും പിന്നെ നിൽക്കുന്ന ദളിത് ഉൾപ്പെടെയുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളിൽപ്പെട്ടവർ മുഖ്യധാരയിലേക്ക് വരണം. അതിനു വേണ്ടി SC STക്ക് 1.5 കോടി രൂപ വെച്ച് 2 സിനിമ ഒരു വർഷം, സ്ത്രീകൾക്ക് 1.5 കോടി വെച്ച് 3 കോടി ഒരു വർഷം, 6 കോടി ഗവൺമെന്റ് കൊടുക്കുകയാണ്. ഒപ്പം ഞാൻ മന്ത്രിയായതിനു ശേഷം ഞാൻ പറഞ്ഞു, ടെക്നിക്കൽ മേഖലയിൽ ആരെങ്കിലും ഉണ്ടോ സ്ത്രീകൾ? ഒരു ആളും ഇല്ല. അപ്പൊ ടെക്നോളജി പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സിനിമ മേഖലയിൽ നിന്നുള്ള അക്കാദമിയെ കൊണ്ട് ഞാൻ ഒരു ട്രെയിനിങ് തുടങ്ങി. ഞാനാ ഉദ്ഘാടനം ചെയ്തത്. നിങ്ങൾ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായി നമ്മളൊരു കാര്യം തീരുമാനിച്ചു. ട്രെയിനിങ് പഠിപ്പിച്ചാൽ പോരാ, ഏതെങ്കിലും ഒരു സിനിമ ഷൂട്ടിംഗ് മേഖലയിൽ അവർക്ക് കൃത്യമായി അവരെ നിയോഗിക്കണം. അങ്ങനെ നിയോഗിച്ചതിന്റെ ഭാഗമായി ഇപ്പോൾ ക്യാമറ വനിതകൾ വരുന്നു, ടെക്നീഷ്യൻസ് വനിതകൾ വരുന്നു, എല്ലാ മേഖലയിലും വനിതകൾ വരുന്നു. ഞാനൊരു കാര്യം ആത്യന്തികമായി പറയാം, ഞാൻ ഈ കൂടുതൽ സംസാരിക്കുന്നില്ല. സ്ത്രീകൾ ഗവൺമെന്റ് നിലപാട് വ്യക്തമായി പറയുന്നത്. നിങ്ങൾ ഇനി ഒരുപാട് ചർച്ച ചെയ്തൊന്നും വേണ്ട. സ്ത്രീകൾ നമ്പർ 1, ദളിത് പിന്നോക്ക SC ST വിഭാഗങ്ങൾ, നമ്മുടെ നാട്ടിലെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ, ആരോഗ്യപരമായി പിന്നോക്കം നിൽക്കുന്നവർ, അതായത് നമ്മുടെ സമൂഹത്തിൽ കഴിവുണ്ട് പക്ഷെ അവർക്ക് നടന്നു ചെന്നൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, സാമൂഹികമായും സാമ്പത്തികവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തെ ഈ സമൂഹത്തിൽ ഉയർത്തുക എന്ന കറക്റ്റ് പ്രോസസ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നടപ്പാക്കാനാണ് ഈ ഗവൺമെന്റ് നിലപാട്, പിണറായി വിജയൻ ഗവൺമെന്റ് നിലപാട്. ആ നിലപാടാണ് കോൺഗ്രേവിൽ ഞാൻ പ്രസംഗിച്ചത്. തീർച്ചയായും മിനിസ്റ്റർ, അത് വിപ്ലവകരമായ തീരുമാനമാണ്. ആ വിഷയത്തിലേക്കൊക്കെ ചർച്ച പോയിട്ടുണ്ട് കേട്ടോ. ചർച്ച പോയിട്ടുണ്ട്. മുൻപ് നടന്ന ചർച്ചയിലും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. BJP മൈൻഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് BJP ഒന്നുമല്ല. അത് നല്ല മിടുക്കിയായ ഒരു
പിന്നെ ഒരു ടെലിവിഷൻ ചാനൽ കാണെങ്കിൽ അവതരിപ്പിക്കുന്ന ആളാണ്. ആ എന്റെ സഹോദരി പറഞ്ഞ കാര്യത്തോട് ഒരു കാരണവശാലും ചോദിക്കുന്നു. മിനിസ്റ്റർ ഒറ്റ കാര്യം കൂടി ഈ പുഷ്പവതി എന്ന സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ, അവരെ അറിയില്ല എന്ന് അടൂർ പറയുന്നു. അറിയില്ലായിരിക്കാം, പക്ഷേ അവർ സർക്കാർ ക്ഷണിച്ച് പരിപാടിക്ക് വന്നതാണല്ലോ. അപ്പോൾ ഒരു ചന്തയിലേക്ക് കയറുന്ന പോലെ വലിഞ്ഞു കയറി വന്നു എന്ന രൂപത്തിൽ അടൂർ പ്രതികരിച്ചു. അതിൽ മന്ത്രി ഒരു പ്രതികരണം നടത്തേണ്ടതായിരുന്നു. ഞങ്ങൾ ക്ഷണിച്ചിട്ട് വന്നതാണ് എന്നൊരു പ്രതികരണം. നിങ്ങൾ പുഷ്പവതിക്കൊന്നും കിട്ടേണ്ട പരിഗണന കിട്ടിയില്ലെന്നുള്ള ആളെ, പിന്നെ കിട്ടേണ്ട പരിഗണന കിട്ടിയില്ലെന്ന് വിചാരിക്കുന്ന ആളെ ഞാൻ. അവരെ സംഗീത അക്കാദമി വൈസ് ചെയർപേഴ്സണാ, മലയാള സിനിമയിൽ പാടിയ ആളാ, വലിയ നിലപാടാളാ. അവര് ഭയങ്കര കോൺക്രീറ്റ് ആയിട്ടുള്ള ലേഡിയാണ്. അവര് സാധാരണ ലേഡിയല്ല, ഭയങ്കര മിടുക്കിയ ലേഡിയാണ്. അതായത് ഏറ്റവും താഴേന്ന് ഈ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ച് വളർന്നു വന്ന ലേഡി അവരെ ഒന്നും നമ്മൾ ഒരു കാരണവശാലും നിഷേധിക്കത്തില്ല. ആ കോൺക്ലേവിൽ നേരിട്ട് ഞങ്ങൾ ക്ഷണിച്ച ആളാണ്. അവരുടെ അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവര് പ്രതിഷേധിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ തന്നെ അവരോട് കൈ കാണിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുക. കാരണം ആരാ പറയുന്നത്? അടൂർ സാറാ പറയുന്നത്. നമ്മൾ അടൂർ സാറിന്റെ ഈ വ്യാഖ്യാനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. ഈ നല്ലൊരു കാര്യത്തിന് വേണ്ടി തുടങ്ങിയ കോൺക്ലേവ് നല്ലൊരു കാര്യത്തിൽ സമാപിപ്പിക്കുക, ഒരു പ്രശ്നമില്ല. നമ്മളെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു പോളിസി കേരളത്തിൽ ഉണ്ടാക്കും. ശ്രീ സജി ചെറിയാൻ, ഒറ്റ കാര്യം, താങ്കളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ഇവിടെ അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞതിനോട് അദ്ദേഹത്തെ ഇവിടെ പൂർണ്ണമായും അദ്ദേഹം തെറ്റാണ്, അദ്ദേഹത്തെ പഠിപ്പിക്കണം എന്ന രീതിയിൽ അഭിപ്രായം വന്നപ്പോഴാണ് ഞാൻ അതിനോട് വിയോജിച്ചത്. അങ്ങനെയാണെങ്കിൽ സർക്കാർ പറയട്ടെ, മുഖ്യമന്ത്രി പറയട്ടെ എന്ന് ഞാൻ പറയാനുള്ള സാഹചര്യവും അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങ് ആദ്യം മുതൽ ചർച്ച കണ്ടിരുന്നെങ്കിൽ അത് അങ്ങേക്ക് മനസ്സിലായിട്ടും ഉണ്ടാകും. ഇവിടെ ആവശ്യമായ പരിശീലനം അതിപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, അത് നൽകി വരുന്നുണ്ട്. അത് സിനിമയ്ക്കായി ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ട്രെയിനിങ്, അത് ഏതെങ്കിലും വിഭാഗങ്ങളെ തിരിച്ചുകൊണ്ടല്ല, പൂർണ്ണമായും സിനിമാ മേഖലയിലേക്ക് വരുന്നവർക്ക് ഈ തുക നൽകുന്നതിനൊപ്പം NFDC പണം നൽകുന്നുണ്ട്. അപ്പോൾ അത് പൊതുവിഭാഗത്തിന് ആ രീതിയിൽ ഫണ്ട് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് പൂർണ്ണമായും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ ഒരു പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ? പൂർണ്ണമായും പരിശീലനങ്ങൾ നൽകുന്ന തരത്തിൽ ഒരുപാട് നല്ല ചലച്ചിത്രകാരന്മാരുള്ള സംസ്ഥാനമാണല്ലോ നമ്മുടേത്. അപ്പോൾ മലയാള സിനിമാ ലോകം, അടൂര് ഇപ്പോൾ ലോകം മുഴുവൻ നമുക്ക് ഏത് രീതിയിലാണ് ഒരു മികവുണ്ടാക്കി തന്നത് എന്നത് ഞാൻ പറയാതെ തന്നെ അങ്ങേക്ക് അറിയാമല്ലോ. സ്പിൽബർഗും കുറസോവയും സത്യജിത്രയും മൃണാൾ സെന്നും ഒക്കെ റേഞ്ചിൽ നിൽക്കുന്ന ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ ആ രീതിയിൽ കൂടി നമുക്ക് എടുത്തുകൂടെ? മാം, ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള സംവിധാനത്തിൽ 1.5 കോടി രൂപ വീതം 3 കോടി രൂപ നമ്മൾ മുടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി 1.5 കോടി രൂപ വീതം 3 കോടി രൂപ മുടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സിനിമയുടെ കണ്ടന്റ് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ പരിശോധിക്കാൻ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പരിശോധിച്ച് കിട്ടുന്ന റിപ്പോർട്ടാണ് നമ്മൾ അവതരിപ്പിച്ച് അവരെ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് എന്താ വിഷയം? അടൂർ സാറ് പറഞ്ഞ വിഷയം എന്താ? സാറിന്റെ കാലത്ത് വളരെ കുറച്ച് തുകയ്ക്കാണ് സിനിമ എടുത്തത്. പ്ലീസ്, ഇപ്പൊ അങ്ങനെ നടക്കില്ല. ഞാൻ ആ യോഗത്തിൽ തന്നെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ പൈസ ചെലവാകും. ഇപ്പൊ നമ്മൾ 1.5 കോടി രൂപ കൊടുത്താൽ പോലും ഒരു സിനിമ എല്ലാ അർത്ഥത്തിലും എടുക്കാൻ കഴിയില്ല. കുറച്ച് പൈസ ലോൺ എടുത്ത് കടമെടുത്തുമാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പൊ കൊടുക്കുന്ന പണം ഒരു അധികമായിട്ട് കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കാലത്തെ സിനിമയും ചെലവുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ കാലം മാറി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടൂർ സാറിനെ ബഹുമാനിക്കുക, അദ്ദേഹം പറഞ്ഞതിനെ പോസിറ്റീവായിട്ട് കാണുക. നമ്മുടെ കോൺഗ്രസിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എല്ലാം കൂടെ ചേർന്നിട്ട് മലയാള സിനിമയെ നയിക്കുക. ഇതിലേക്ക് സജി ചെറിയാൻ പ്രതികരിച്ചില്ല, സജി ചെറിയാൻ പ്രതികരിച്ചില്ല എന്നല്ല, സജി ചെറിയാൻ പുഷ്പവതി പറഞ്ഞ ആ ഒരു കാര്യത്തെ കുറിച്ച് പറയാതെ പോയി. അത് മാത്രമാണ് എനിക്ക്, അല്ലാതെ അങ്ങയോട് എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല കേട്ടോ, വ്യക്തിപരമായും ഇല്ല, രാഷ്ട്രീയമായും ഇല്ല. അല്ല, എന്റെ പ്രസംഗം മൊത്തം കേട്ടോ, നല്ല പ്രസംഗമായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു. വളരെ പോസിറ്റീവായി തന്നെ ഈ ചർച്ച നടക്കട്ടെ. ഒരു തരത്തിൽ ആ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയത് നന്നായി മിനിസ്റ്റർ. അടൂരിന് അടി തെറ്റിയോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്നാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടത്. Meet the editors.